വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. പ്രതീക്ഷയും പ്രകാശവും നഷ്ടപ്പെട്ട ജീവിതങ്ങളെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ശ്രമങ്ങളാകണം ഈ ക്രിസ്മസിന് നാം നടത്തേണ്ടതെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. നിങ്ങൾക്കേവർക്കും ഈ ക്രിസ്മസ് മനുഷ്യ സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും മെറി ക്രിസ്മസ്, ബൊൻ നത്താലെ. ഒപ്പം ഏവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ സമൂല മാറ്റത്തിനായി ജനിച്ച സമാധാന പ്രഭുവാണ് ക്രിസ്തുവെന്ന് കൽദായ സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് പറഞ്ഞു. യേശുക്രിസ്തു മുന്നിലേക്ക് വെച്ച ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സമാധാനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവിധ ക്രിസ്തുമസ് ആശംസകളും പുതു നവവത്സരാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപ്രസരണമായി ക്രിസ്മസ് ഒഴുകി നിറയട്ടെയെന്ന് തൃശൂർ അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. നമുക്കേവർക്കും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സദ്വാർത്തയായി രക്ഷകൻ ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഭൂജാതനായി. ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്കേവർക്കും ഞാൻ ആശംസിക്കുകയാണ്. അതിർത്തികളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണമെന്നാണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശമെന്ന് കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. ഈ ഒരു ക്രിസ്മസിൽ എല്ലാവർക്കും അഭയമാകുവാനായിട്ട്, എല്ലാവർക്കും തുറന്നു കൊടുക്കുന്ന ഹൃദയമുള്ള വ്യക്തിയായി തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഈ ക്രിസ്മസ് വലിയൊരു തുറവിയുടെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും അങ്ങനെ ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ഒരു തുടക്കം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ. എല്ലാവരും സന്തോഷിക്കുന്ന ലോകത്തിനായി യജ്ഞിക്കണമെന്ന് ഡോക്ടർ മാർ അപ്രേ മെത്രാപ്പോലിത്ത പറഞ്ഞു. ലോകത്തിൽ സമാധാനമില്ലാത്തിടത്തൊക്കെ സമാധാനം വരാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആയതുകൊണ്ട് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെ ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നു, ആഘോഷിക്കുന്നു, കാത്തിരിക്കുന്നു. ആ പ്രത്യാശയുടെ ദിവസമാണ് ഈ ക്രിസ്മസ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസിൻ്റെ സമാധാന സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഓരോരുത്തർക്കും ലോകത്തിന് മുഴുവനായിട്ട് ഇത് സന്തോഷത്തിൻ്റെ സമയമായി തീരട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഓരോ ക്രിസ്മസ് കാലവും നമ്മെ വിളിക്കുന്നത് പുതിയ സമാധാനം സ്വന്തമാക്കാനാണെന്ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാണൻ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യനായിട്ട് അവതരിച്ച ഈശോ തമ്പുരാൻ മനുഷ്യനെ സ്വർഗവുമായിട്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ് ചെയ്തത്. അതുവഴി എല്ലാ ജനതകളും സന്തോഷത്തോടുകൂടെ ജീവിക്കണം, സമാധാനത്തോടുകൂടെ ജീവിക്കണം. അതിനുള്ള ആശംസയാണ് ഈ ക്രിസ്മസ് വേളയിൽ ഞാൻ നേരുന്നത്. ഹാപ്പി ക്രിസ്മസ്. മേ ഗോഡ് ബ്ലെസ് യു.